സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യത. കഷ്ടം. ചേച്ചിമാര് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ഈ ഒരു കൂപ്രയോഗം. കുറേ നാൾ കൊണ്ട് തുടങ്ങിയതാണ്. ഇത്തരം പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് ഇപ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ചേച്ചിമാർ ഇപ്പോൾ വൈറലായതും എയറിലേക്ക് പോയതും. ഇത്രയും നാളും അധികം ആൾക്കാരിലേക്ക് എത്താത്തത് കൊണ്ട് അതൊക്കെ ആൾക്കാർ ചിരിച്ചു തള്ളി. ഇപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ഒരു സംസ്കാരമില്ലായ്മ മനസ്സിലായത്. സംസ്കാരമില്ലാതെയാണ് ചേച്ചിമാർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായതോടു കൂടിയിട്ട് ഇപ്പൊ ചേച്ചിമാരുടെ കമന്റ് സെക്ഷനിലൊക്കെ നല്ല പൂര തെറിവിളിയാണ്. എല്ലാവരും ചോദിക്കുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലേന്ന്. സത്യമല്ലേ? അച്ഛനും അമ്മയൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തുമായിരിക്കും അവരുടെ ഒരു ചിന്ത? ഇത്തരം സംസ്കാരമില്ലായ്മയൊന്നും വീഡിയോയിൽ വന്ന് വിളിച്ചു പറയാതെ ഇരിക്കുക. ചിലരുടെയൊക്കെ ഒരു വിചാരം എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും വന്ന് പബ്ലിക്കായിട്ട് അങ്ങ് വിളിച്ചു പറയാം. ഇതൊക്കെയാണോ പ്രാങ്ക് കോള്? പക്ഷേ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ചേച്ചിമാരിപ്പോൾ ബാക്കിയുള്ളവരെ ട്രോളുവാണ്. ഇതാണ് ചേച്ചിമാരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി. ഈ സ്റ്റോറിയിലൂടെ ചേച്ചിമാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചേച്ചിമാരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തവരെ ചേച്ചിമാർ അങ്ങ് ട്രോളുവാണ്. എന്നാൽ ചേച്ചിമാർ ചെയ്ത സംസ്കാരമില്ലായ്മ തെറ്റാണ് എന്ന് ഇപ്പോഴും സംസാരിക്കുന്നില്ല, ഇപ്പോഴും ഇത് സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇതാണ് സ്റ്റോറി. ഈ സ്റ്റോറിയിലെ വാചകങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഈ കാര്യം ചെയ്തതിൽ ചേച്ചിമാർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. അതായത് പ്രാങ്ക് കോള് ചെയ്യണം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അതിനകത്ത് ഉത്തരവാദിത്തമുള്ളൂ. ഈ കോള് ചെയ്ത് അതിനകത്ത് ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതിൽ ചേച്ചിമാർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ആ പോസ്റ്റ് ചെയ്തത് ചേച്ചിമാരാണല്ലോ, പബ്ലിക്കായിട്ട് ഇത് കൊണ്ടുവന്ന് ഇട്ടത് ചേച്ചിമാരാണല്ലോ. എന്തേ ഒന്നും സംസാരിക്കാനില്ലാത്തത്? ഓക്കെ, ഒരു തെറ്റ് ആർക്കാണെങ്കിലും പറ്റും. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റും. ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, ഇതിലൂടെ നിങ്ങളുടെ വ്യൂവേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോഴെങ്കിലും വന്നൊരു മാപ്പ് പറയാമല്ലോ, ഒരു വീഡിയോ ആയിട്ട് വന്ന് മാപ്പ് പറയാമല്ലോ. അതുപോലും ചേച്ചിമാര് കാണിച്ചില്ല. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ റോള് റിവേഴ്സ് ചെയ്യുകയാണ്. അതായത് ഒരു പുരുഷനായിരുന്നു ഈ സ്ഥാനത്ത് ഒരു കോള് വിളിച്ചത് എന്നുണ്ടെങ്കിൽ അവന്റെ അവസ്ഥ എന്തുവായിരുന്നേനെ? അവനെ എല്ലാവരും കൂടെ പഞ്ഞിക്കിട്ടേനെ. അപ്പോൾ തെറ്റ് പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും ഒരേപോലെയാണ്, ഒരേ ഇമ്പാക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഏതായാലും ആദ്യം ഞാൻ കേൾപ്പിച്ച ആ കോളിന്റെ മുഴുവൻ ഭാഗങ്ങളും കൂടി ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. വിശ്വ വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, വിശ്വ അല്ലേ? ബൈക്കൊക്കെ ഉണ്ടോ? ഓടിക്കാറുണ്ടോ അതോ? ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോവും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. എനിക്കിതാരാന്ന് മനസ്സിലായി. എനിക്ക് ആദ്യം മനസ്സിലായില്ല, ഞാൻ പെട്ടെന്ന് ഞെട്ടി. പിന്നെയാണ് എനിക്കറിയാം ഈ കോൾ എവിടെ നിന്ന് വരും. എനിക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ എനിക്ക് വിളിക്കാൻ പറ്റൂ. എന്നാലും ഈ അറിയാവുന്ന ആൾക്കാർക്ക് നിന്നെ നന്നായിട്ട് അറിയാന്നുള്ളത് നീ മറന്നുപോയി. കുറച്ച് വിഡ്ഢിത്തരവും പറഞ്ഞ്, കുറച്ച് പൊട്ടത്തരവും പറഞ്ഞ്, കുറച്ച് കോമാളിത്തരവും അങ്ങോട്ട് കാണിച്ചിട്ട് ഏറ്റവും അവസാനം അങ്ങോട്ട് കിണിയാണ്. കിണിയോടെ കിണി. ഇവളുമാരുടെ കിണി കണ്ടു കഴിഞ്ഞാൽ തോന്നും നമുക്കങ്ങ് രസിച്ചെന്ന്. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ രസിക്കാൻ തോന്നുന്നത്? ഇതൊന്നും അത്ര രസമുള്ള കാര്യമായിട്ടൊന്നും നിങ്ങളാരും എടുക്കാതിരിക്കുക. ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക. വിനോദത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതാണോ വിനോദം? അതായത് ഒരാളെ വിളിച്ചിട്ട് അയാളെ പൊട്ടനാക്കി, അയാളെ പറ്റിച്ച്, ആവശ്യമില്ലാത്ത തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു സമയത്ത് അയാളുടെ മൈൻഡ് ടോട്ടലി ഡിസ്റ്റർബ് ചെയ്തതിന് ശേഷം ഇത് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായോ? ഈ പ്രാങ്ക് എന്ന് പറയുന്ന പരിപാടി തന്നെ ഭൂലോക ഉടായ്പാണ്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അപ്പൊ അത്തരം തെറ്റ് ചെയ്യുന്നവരും തെറ്റുകാരികൾ തന്നെയാണ്. എന്നിട്ട് പബ്ലിക്കായിട്ട് കൊണ്ടങ്ങ് നിരത്തി അങ്ങ് കാണിക്കുവാണ് എന്തോ വലിയ സംഭവമാണ് ചേച്ചിമാര് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവസാനം കിണിക്കുന്നത് എന്തിനാ ഇങ്ങനെ കടന്ന് കിണിക്കുന്നത്? കിണിച്ചങ്ങ് കാണിക്കുകയാണ്. അന്നത്തെ ആ സ്ത്രീയെ തിരിച്ച് വിളിച്ചോന്ന് പോലും അറിയത്തില്ല, ആ പാവ മെഹന്തി ഇടുന്ന സ്ത്രീയെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നേരെ തിരിച്ച് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പുരുഷനായിരുന്നു ഇതിപ്പോ ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ പോലീസുകാർ ചെന്നേനെ, ഉറപ്പായിട്ടും പോലീസുകാർ ചെന്നേനെ. വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ വീഡിയോ പല ആൾക്കാരും കാണും, പല പ്രായത്തിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണും. ഇപ്പൊ ഈ ചേച്ചിമാരുടെ തന്നെ വീഡിയോ
ചെറിയ പിള്ളേർ കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ കൊച്ചുകുട്ടികൾ കണ്ടു കഴിയുമ്പോൾ കൊച്ചുകുട്ടികൾ വലിയ രീതിയിലൊന്നും ചിന്തിച്ചിട്ടല്ല ഇത് കാണുന്നത്. ഇത് കണ്ടിട്ട് ഇത് വലിയ എന്തോ രസമാണ് എന്ന് അവരങ്ങ് വിചാരിക്കും. കാരണം ഒരു കൂട്ടുകാരനെ വിളിച്ച് ഇതുപോലെ പ്രാങ്ക് ചെയ്യുക, ചീത്ത വിളിക്കാം, അങ്ങനെ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കാം. ഒരു തെറ്റുമില്ല. കാരണം പബ്ലിക്കായിട്ടാണല്ലോ ഈ ചേച്ചിമാർ ഇത് ചെയ്യുന്നത്. ഈ ചേച്ചിമാർ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിലും കാണിക്കാം, ഒരു തെറ്റുമില്ല എന്നുള്ള ധാരണയായിരിക്കും ആ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ ഫീഡാവുന്നത്. എന്നിട്ട് അവരിതെന്ത് ചെയ്യും? അവരിത് അതേപോലെ അനുകരിക്കും. ചിലപ്പോൾ കൂട്ടുകാരനെയോ ടീച്ചറിനെയോ നാട്ടുകാരെയോ ആരെ വേണമെങ്കിലും വിളിക്കാം. ചിലപ്പോൾ ഒരു പക്ഷെ അവർ വിളിക്കുന്നത് അവരുടെ ഫോണിൽ നിന്നാകണമെന്നില്ല. ചിലപ്പോൾ ചെറിയ പിള്ളേർക്ക് ഫോൺ കാണണമെന്നില്ല. മാതാപിതാക്കളുടെ ഫോൺ എടുത്തിട്ട് ഇവരിത് ചെയ്യും. ഏതെങ്കിലും ഒരു സ്ത്രീയെ, ഇപ്പോൾ ഒരു അച്ഛൻ അവരുടെ അച്ഛൻ്റെ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിളിക്കുകയാണ്, അവരുടെ നെയ്ബറോ അല്ലെന്നുണ്ടെങ്കിൽ ടീച്ചറോ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ട് ഇതുപോലെ തോന്നിവാസം ആ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും കുടുങ്ങാൻ പോകുന്നത്? അച്ഛനാണോ കുടുങ്ങുന്നത്? അച്ഛനാണ് കുടുങ്ങുന്നത്. അതിനുശേഷം മകൻ പ്രാങ്ക് കളിച്ചതാണ്, എന്ത് കളിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ നാണം കെടുവോ? നാണം കെടും. നിങ്ങൾ എന്തിനാണ് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ മെസ്സേജാണ്, സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെറ്റായ മെസ്സേജാണ്. അത് പറയുമ്പോൾ നിങ്ങൾ സ്വയം മറ്റുള്ളവരെ അങ്ങ് പരിഹസിക്കുകയാണ്, മറ്റുള്ളവരെ നാണം കെടുത്താണ്. പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ? അതായത് ഇവർ പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് നമ്മളെല്ലാവരും അതെടുത്തിട്ട് റിയാക്ട് ചെയ്തതിനാണ് ചേച്ചി ട്രോളുന്നത്. സ്വയം അങ്ങ് ട്രോള്. കഷ്ടം തന്നെ. ഇതാണ് പറഞ്ഞത്, കേരളീയർക്ക് ഇച്ചിരി സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ ഈ സംസ്കാരമില്ലായ്മ വിറ്റ് തിന്നാൻ നമ്മൾ പോകാറില്ലായിരുന്നു. എന്നാൽ ഇപ്പം ഏറ്റവും കൂടുതൽ സംസ്കാരമില്ലായ്മ വിറ്റ് തിന്നുന്നത് കേരളീയരാണ്. നമ്മുടെ സംസ്കാരത്തെ എത്രത്തോളം തകർത്താലും കുഴപ്പമില്ല, കുറച്ചൊന്ന് വൈറലാകണം, കുറച്ച് പബ്ലിസിറ്റി കിട്ടണം, അത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ഇമാതിരി പേക്കൂത്തുകളും കോപ്രായങ്ങളും കോമാളിത്തരം അങ്ങനെ വേണം പറയാൻ. ഇതിനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വാക്കെന്ന് പറയുന്നത് കോമാളിത്തരം. അതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഈ വിനോദം എന്ന് പറയുന്നത് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്ത് വിനോദമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്ത് സന്തോഷമാണ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പറഞ്ഞാൽ മതി. അതായത് ഇവരുടെ കയ്യിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമല്ലോ ഓരോരുത്തരുടെ നമ്പർ, എൻ്റെ ഇന്നയാളെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്പർ കൊടുക്കുന്നവരെ വേണം ആദ്യം തന്നെ. ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നവരെ വേണം ആദ്യം തന്നെ. അവരാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു തവണ ചെയ്തിട്ട് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമോ? റിപ്പീറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ പറ. കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കുക. ഒരാളെ പറ്റിക്കുകയാണ്, സമ്മതിച്ചു. ഒരാളെ മണ്ടനാക്കാൻ നോക്കുവാണ്, എന്നാൽ കുറച്ച് സംസ്കാരത്തോടുകൂടി സംസാരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് അറിയാമോ? ഇച്ചിരി കൂടി എക്സ്ട്രീം ലെവൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്നും നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ എക്സ്ട്രീം ലെവലിൽ പോകുന്നവരുണ്ട്. ഇവർ അത്രയും എക്സ്ട്രീം ലെവലിൽ പോയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ എക്സ്ട്രീം ലെവലിൽ പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവര് ഓരോരുത്തർക്ക് ആക്സിഡന്റ് പറ്റി, ഒരാൾക്ക് അപകടം പറ്റി, അത് പറ്റി ഇത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് പറ്റിക്കും. ആ ഒരു സമയത്ത് അത് നേരിടുന്ന ആളുടെ മാനസികാവസ്ഥ എന്തുമായിരിക്കും? ഞാൻ ഒരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല. പ്രാങ്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയോട് ഞാൻ യോജിക്കത്തേയില്ല. അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. കാരണം അത് ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട ഒരു പരിപാടിയാണ്. ഒരു മനുഷ്യനെ അത്രയും നേരം നമ്മൾ പറ്റിക്കുകയാണ്. അയാളുടെ മനസ്സിലൂടെ പല കാര്യങ്ങൾ കടന്നു പോകും. അയാൾ ചിലപ്പോൾ ടോട്ടലി അയാൾ ഡിസ്റ്റർബ്ഡ് ആവും. എന്തിനാ അങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്? ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, അയാളെ വിളിക്കുകയാണ്, എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ട്. പ്ലംബർമാരെയും ഡ്രൈവർമാരെയും വെൽഡർമാരെയും ഒക്കെ ഇവർ വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണം, തല കുടുങ്ങിക്കിടക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നത്. എന്ത് കാര്യത്തിന്? നിങ്ങൾക്ക് വേറെ പല രീതിയിൽ വീഡിയോ ചെയ്യാമല്ലോ, വേറെ പല സബ്ജക്റ്റുകൾ ഉപയോഗിക്കാമല്ലോ. ദയവ് ഇത് ഇമാതിരി പരിപാടികളൊന്നും ആരും പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക, ചിരിച്ചു കൊടുക്കാതിരിക്കുക. ചിരിച്ചു കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണല്ലോ പിന്നെ ഈ പരിപാടി ഇവളുമാരൊക്കെ കാണിക്കുന്നത്.